മീൻ കൊണ്ടുവരുമോ? ചെറിയ മത്തിയേറ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ മാങ്ങയും ചിട്ടിട്ട് വെക്കായിരുന്നു. ഓ നല്ല വെയിൽ വെച്ചിട്ടുണ്ടല്ലോ. നനച്ച ആറിയതാണ്ട് വേഗം ആറിയിട്ട് വേഗം ഉണങ്ങും. നല്ല ചൂടുണ്ട്. മീനിതേ കുറച്ച് മത്തി കിട്ടീനി, കുറച്ച് ഏട്ടി മനസ്സിനെ മുറിച്ച മനസ്സിനെ കേട്ടോ. നീ പഠിക്കണ്ട. ഓ മാങ്ങയിണ്ടാ എന്നാ പിന്നെ മത്തി മാങ്ങിച്ചിട്ട് വെച്ചോ. മാങ്ങയിഞ്ചി ഞാൻ അതിൽ 2-3 പൊട്ടിച്ചെടുത്തിന്. മത്തി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിട്ടിട്ട് വെക്കാൻ വെച്ചിട്ടില്ലേ, പിന്നെ ഒരു ചമ്മന്തിയായിട്ട് ആക്കാൻ വരും. നീ രണ്ടും വാങ്ങിനാരട്ടോ, ഏതെങ്കിലും ഒന്ന് വാങ്ങിയപ്പോരെ. എന്താ ആൾക്ക് മീൻ കണ്ടപ്പോ രണ്ടും വാങ്ങാൻ പോകുന്നു. ഇത് നല്ല കുഞ്ഞു മത്തിയാണ്. ഇത് ചെറിയ പുഴയായിട്ടാണ് കേട്ടാ, അതുകൊണ്ടാ വാങ്ങിനി. അതുകൊണ്ട് കഷ്ണം കഴിച്ചു. എന്താ പിന്നെ നിങ്ങൾ അച്ഛനും മോനും മീൻ കണ്ടാ പിന്നെ പൈസ നോക്കുക, ഇല്ലത് വാങ്ങിട്ട് വരുമല്ലേ. ഒന്നാമത് വെച്ചാൽ അത് വാങ്ങിട്ട് വരും. നല്ല മത്തിയല്ലേ ഇത്? പിടപിടക്കുന്ന മത്തിയാണ്. അപ്പോൾ അതാ ചട്ടി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഉപ്പിട്ടിട്ടുണ്ട്. നമ്മളെ ഏട്ട മീൻ കഷ്ണം കഴിച്ചത്. അതിന് ഏട്ട മുട്ട തന്നെ. ആ കാണിച്ച എടുക്കറാ, ഇതാ ഏട്ട മുട്ട. അപ്പോൾ ഇത് കല്ല് തേച്ചിട്ടൊന്ന് നല്ല വൃത്തി വരച്ച് കളയണം കേട്ടോ. അതിൻ്റെ തോലെല്ലാം ചെറുതായതുകൊണ്ട് പൊളിച്ച് കളയാൻ കഴിയില്ല. അല്ലെ പൊളിക്കില്ല. അതെയാ, ആ മുട്ട പൊട്ടിക്കണം. മുട്ട വേറെ എടുത്ത് വെക്കുക, അല്ല ആ തിരുമ്പി കഴിഞ്ഞാൽ മുട്ടയെല്ലാം മുട്ടും. മുട്ട കളയല്ല ഇതിലിട്ട. ഏട്ട വലിയ മുട്ടയുണ്ടാവും തോന്നുന്നല്ലേ ഏട്ടേരെ? അതെയാ, അതിൽ ഒരു മുട്ടയും കൂടെ അതാ, ഒരു മുട്ടയും കൂടെ അതാ അതിൽ. ആ ഇതായിട്ടുണ്ട്, ആടായിട്ടുണ്ട്. ഇട്ട് അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്യട്ടെ. എന്നാ പറയുന്നത്? ആ ആ എന്തേ നീ തിന്നിട്ടുണ്ടാ? പിന്നെ ഒട്ടകപ്പക്ഷി മുട്ട പറയുന്നു. അല്ല, ഒട്ടകപ്പക്ഷി തന്നെ അതിൻ്റെ പരം കൂട്ടി. നീ വെറുതെ കൂട്ടിയതാ? ഏട്ടമുട്ട ഞാനാണ് കൂട്ടിയിട്ട. ഏട്ടമുട്ടയാ? ഇല്ല, ഏട്ട പണിക്കണം. എന്നിട്ട് അതിൻ്റെ മുട്ട നല്ല ഫ്രൈ ആക്കണം. നമ്മുടെ ഏട്ടയുടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മത്തി പരിപാടി നോക്കണം അല്ലേ? മത്തിയുടെ പരിപാടി നോക്കണം. മത്തി ഒന്ന് മുറിക്കട്ടെ. അപ്പൊക്കെ പിന്നെ അരപ്പാക്കണം. പണിയുണ്ട് അല്ലേ? മത്തിയാക്ക് മുറിച്ചോ. ആണുങ്ങൾക്ക് ഇങ്ങനെ ആട് ഇടും കണ്ട മീനെല്ലാം പറ്റി മേടിച്ചിട്ട് വരും. ഏതെങ്കിലും ഒന്നൊരു ചില പെണ്ണുങ്ങൾക്ക് മീൻ കൊണ്ടുവരുമ്പോ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷമായി. ഒരു മീൻ കൊണ്ടുവന്നാ സന്തോഷം. ഈ രണ്ട് മീൻ 12 കൊണ്ടുവന്നാൽ എങ്ങനെ 1.5 ആകുമ്പോ കാക്കണ്ടേ? 2 മീൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമുണ്ട്. 12 ആകുമ്പോ 2 മീനും വാങ്ങി വന്നിട്ട് അയില വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കുടംപുളിയിട്ട് വച്ച നല്ല ചെമ്മീൻ ചാറുണ്ട്. കുഞ്ഞു മത്തിയാണ്, കുറച്ച് അട്ടിയും ചെറിയ അട്ടിയും കിട്ടീന്. അപ്പൊ നമ്മുടെ മത്തിയുടെ നല്ല വൃത്തി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങയും ജീരകം ഇവിടെ അരപ്പിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാങ്ങയും ചെയ്ത അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറം തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഇത് ചട്ടിയിലെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മാങ്ങയിഞ്ചി, തക്കാളി, പച്ചമുളകും കറിവേപ്പിലയും ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ആ കറിവേപ്പില കയറുന്നുണ്ട്. അപ്പോൾ ഇതിന് പൊടികൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം നമ്മുടെ മുളക് പൊടിയെ, കാശ്മീരി അല്ലിൽ രണ്ടും ഉണ്ടല്ലേ. കുറച്ച് മല്ലിപ്പൊടി, ഉപ്പ് പാകത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇവിടെ മത്തി ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വാളംപുളി വെള്ളം ഒഴിക്കുന്നുണ്ട്. മാങ്ങയിഞ്ചി അധികം പുളി ഉണ്ടാവില്ല, ചെറിയ പുളി ഉണ്ടാവും. മാങ്ങയുടെ ടേസ്റ്റ് വാങ്ങും. അപ്പോൾ ഇതെല്ലാം ഒന്ന് തിരുമ്പി പിടിപ്പിക്കുക. അരപ്പ് ഞാൻ തന്നെ തിരുമ്പി പിടിപ്പിക്കുക. ലതക്ക് കൈ കത്തും ഇങ്ങനെ തിരുമ്പിയാലേ. അപ്പോൾ നമ്മ സഹായിക്കണമല്ല ഭർത്താക്കന്മാരിലിപ്പോൾ ഭർത്താവ്. ഒരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് നോക്കേ. അപ്പം നമ്മുടെ ഏട്ട നമ്മൾ അടുപ്പത്ത് വെച്ചു അല്ലേ, അത് നമ്മൾ കാണിക്കുന്നൊന്നുമില്ല. അടുപ്പത്ത് വെച്ചു.
റസ്റ്റ് നിൽക്കട്ടെ. അപ്പം നമ്മുടെ ഏട്ടമീൻ ഇടുന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉപ്പുണ്ട് നോക്കട്ടെ. ഉപ്പെല്ലാം ഉണ്ട്. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അച്ഛൻ ആദ്യം വിളമ്പി കൊടുക്കട്ടെ. അവിടെ മത്തിക്കറി വെച്ചിനി. അപ്പോൾ ഏട്ടക്കറി കൊണ്ട് കൊടുക്കേ. ഇത് വെറ്റിച്ച വെച്ചിരുന്നു കേട്ടോ, ചാർന്നാക്കിയിട്ട. ഇതിങ്ങനെ വെക്കുന്നത് നല്ലത്. പറ്റ ചാറ് വയ്ക്കും. സമയം കുറേ വൈകി കേട്ടോ. മറ്റക്കറി ആക്കാൻ കാത്തു നിന്നാൽ ശരിയാവില്ല. ഇത് വേഗം അച്ഛനെ കൊണ്ട് കൊടുക്കുക. അച്ഛ ഇതാ കറി ഇതാ. മത്തിക്കറി ഉണ്ടല്ലോ. എന്നാ ചോറ് കഴിച്ചോ? അമ്മ എണീക്കുന്ന എത്രയാ? അതെയാ അമ്മ, ചോറ് കഴിച്ചോ എന്നാല്. അപ്പോൾ നമ്മുടെ മത്തി ഏകദേശം 10 മിനിറ്റ് ആയേ റെസ്റ്റ് വെച്ചിട്ട്. അപ്പോൾ ഇതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. 1 ഗ്ലാസ് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഓക്കെ, എടുത്തു വെച്ചോ. അപ്പം എന്തായോ നോക്കട്ടെ, കുറച്ച് സമയമേ. അപ്പോൾ നല്ല തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. മീനെല്ലാം ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, കുറച്ച് അരപ്പിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അരപ്പും കൂടെ ഒന്ന് വേവട്ടെ. മീൻ പൊട്ടാതെ ഒന്ന് ഇറക്കി കൊടുത്തു. അപ്പോൾ നമ്മുടെ മീൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചോറ് കഴിക്കലേ. അപ്പോൾ ചോറ് വിളമ്പാം. ആദ്യം കുറച്ചിട്, കുറച്ച് മതി 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 മതി. അപ്പോൾ നമ്മുടെ ഏട്ട, അപ്പോൾ ഉപ്പേരി ഉണ്ടേ. ഉപ്പേരി ആവാൻ കുറച്ച് വൈകിപ്പോയി, അതുകൊണ്ട് അച്ഛന് കൊടുക്കാൻ പറ്റിയിട്ട. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ മാങ്ങേഞ്ചി ചേർത്ത നമ്മുടെ മത്തിക്കറി പോരെ. എന്താ നല്ല കുറുകി വന്നിട്ടുണ്ട്. അടുക്കേക്ക് തന്നെ വെച്ച് കൊടുക്കാം. അതിൻ്റെ ചാറും കഷ്ണം അച്ഛൻ ഇതിന് വൈകുന്നേരം കൊണ്ട് കൊടുക്കാം. അവിടെ മത്തിക്കറി ഉണ്ട്. ഓക്കെ, പിന്നെ കഴിക്കാൻ തുടങ്ങാം. ആദ്യം നമ്മുടെ മത്തിക്കറിയെ നോക്കട്ടെ. എന്താ ചൂടുണ്ട് ചോറ്, കറിയും ചൂടുണ്ട്. നല്ല കറി കേട്ടോ. മാങ്ങിഞ്ചിയുടെ രുചി മത്തിക്കറി നല്ല പിടിച്ചിന്. ഒന്നും പറയാനില്ല, കറി സൂപ്പറായിട്ടുണ്ട്. കുഞ്ഞുമിക്കാവുന്നതാ പറ്റുന്ന. അവിടെ കോട്ടപ്പയർ വറവ്. ഏട്ടമീൻ ഏട്ടൻ മുട്ടയോ. മാങ്ങേഞ്ചി കഷ്ണം. മാങ്ങേഞ്ചി ഉണ്ടെങ്കിൽ ഇങ്ങനെ ആക്കി നോക്കിക്കോ, നല്ലതാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. മാങ്ങേഞ്ചിയിലിപ്പം
എവിടെയും കാണാനില്ല. നമുക്കെന്തോ ഒന്ന് രണ്ട് മേടുണ്ട്. മത്തിക്കൊരു സൂപ്പറായിനെ. തക്കാളിയെ തോല് തിന്നമല്ല അങ്ങനെ പറയുന്നേ, തോല് കളയാ തിന്നു. ഇന്ന് കുറച്ചും കൂടി ചോറ് വേണ്ടി വരും. കറി ടേസ്റ്റ് ആണ്, ചോറ് ആദ്യം മണിക്കൂർ, അതാ പ്രശ്നം. ചോറ് കുറക്കാൻ വിചാരിച്ചാൽ കുറച്ചും കൂടി ചോറ് എടുക്കട്ടെ, ശകലം മതി. എന്നാ പിന്നെ ഞാൻ കഴിക്കട്ടെ കേട്ടാ. ഓക്കെ.